നെടുമ്പാശ്ശേരി വഴിയുള്ള അവയവക്കടത്ത് കേസിൽ തൃശൂർ വലപ്പാട് സ്വദേശി സബിത് നാസർ അറസ്റ്റിൽ. അവയവക്കടത്തിന് ആളെ കൊണ്ടുപോയി തിരികെ വരും വഴിയാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് കുവൈത്തിലേക്കും അവിടെ നിന്ന് ഇറാനിലേക്കുമാണ് ആളുകളെ ഇയാൾ കൊണ്ടുപോയിരുന്നത്. സുധീഷ് ഗോപാൽ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സുധീഷ്, അവയവക്കടത്ത് കേസിലെ മുഖ്യ കണ്ണിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇനി കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ടിയിരിക്കുന്നു. ഏറെ നിർണായകമായ ഒരു നീക്കമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഇത് 2019 മുതൽ നെടുമ്പാശ്ശേരിയിൽ നിന്നും ഇറാനിലേക്ക് അവയവക്കടത്ത് നടത്തിയിരുന്ന ആ മാഫിയയിലെ ഒരു പ്രധാന കണ്ണിയാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഇത് ഏറ്റവും പ്രധാനമായി പറയാവുന്നത് ആൾക്കാർ ഇത്തരത്തിൽ ഇതിന് ഇരയാവുന്നവരെ പറഞ്ഞു കബളിപ്പിച്ച് ഇത് നിയമപരമായി തെറ്റല്ല എന്ന് കബളിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ അവയവക്കടത്ത് നടത്തിയിരുന്നത്. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. ഇന്ന് ആലുവ റൂറൽ എസ് പിയുമായി ഇതുമായി സംസാരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടാൻ കഴിയില്ല. കാരണം അത്രയ്ക്ക് ഗൗരവത്തോടെ കേന്ദ്ര ഏജൻസികൾ അടക്കം അന്വേഷിക്കുന്ന ഒരു സംഭവമാണിത് എന്നതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇതിൽ ഇന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ അവിടെ എമിഗ്രേഷൻ വിഭാഗം ഉദ്യോഗസ്ഥരാണ് ഇയാൾ സംശയം തോന്നി തടഞ്ഞു വെച്ചുകൊണ്ട് പോലീസിനെ വിവരം അറിയിക്കുന്നത്. പോലീസ് എത്തി ഇയാളെ പിടികൂടുകയായിരുന്നു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് തൃശൂർ വാലപ്പാറ സ്വദേശിയായ സുബിത് നാസർ എന്ന വ്യക്തി, അയാൾ 19 മുതൽ ഇത്തരത്തിൽ അവയവ കടത്ത് നടത്തുന്നു. ഇത്തരത്തിൽ ആൾക്കാരെ കുവൈറ്റിലെത്തിച്ച് കുവൈറ്റിൽ നിന്നുമാണ് ഇറാനിലേക്ക് കൊണ്ടുപോകുന്നത്. അത്തരത്തിൽ ആൾക്കാരെ കൊണ്ടുപോയി ശസ്ത്രക്രിയ നടത്തിയ ശേഷം മടങ്ങി വരുമ്പോഴാണ് ഇയാൾ പിടിയിലായിട്ടുള്ളതെന്നാണ് അറിയുന്നത്. ഈ സംഘത്തിൽ എത്ര പേരുണ്ടെന്നത് അടക്കമുള്ള കാര്യങ്ങളും അറിയേണ്ടതുണ്ട്. ഇദ്ദേഹത്തിനെതിരെ അവയവ വിൽപ്പന നിരോധന നിയമപ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. ഇതിൽ 19 വകുപ്പിൻ്റെ 5 ഉപവകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിക്കൊണ്ട് IPC 370 വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് കേസെടുത്തിട്ടുള്ളത്. നാളെ ഇയാളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. അനു. ശരി സുധീഷ്.